ഒരു മുസ്ലിയാർ പറയുകയാണ്, ജനങ്ങളെ, പുണ്യമാസപ്പെട്ട ശഅബാൻ മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? ശഅബാനിന്റെ 1-ാമത്തെ രാത്രി മുതൽ ശഅബാനിന്റെ 15-ാമത്തെ രാത്രി വരെ എല്ലാ ദിവസവും ഇശാ നമസ്കാരത്തിന്റെ ശേഷം, ഇശാഇന്റെ ശേഷം വിശുദ്ധ ഖുർആനിലെ സൂറത്തു ദുഖാനിലെ 1-ാമത്തെ ആയത്ത് മുതൽ 8-ാമത്തെ ആയത്ത് വരെയുള്ള 8 ആയത്തുകൾ എല്ലാ ദിവസവും ഇശാഇന്റെ ശേഷം 15 തവണ പാരായണം ചെയ്യണം. മാത്രമല്ല, അങ്ങനെ 14 രാത്രിക്ക് അങ്ങനെ ചെയ്തിട്ട് 15-ാമത്തെ ദിവസം എന്ത് ചെയ്യണം? ഈ സൂറത്തു ദുഖാനിന്റെ 1 മുതൽ 8 വരെയുള്ള ആയത്തുകൾ 30 തവണയും പാരായണം ചെയ്യണം. അന്ന് 30 തവണ പൂർണ്ണമായിട്ട് അന്ന് ഒരു ദിവസം ഒരു നേരം ചൊല്ലണം സൂറത്തു ദുഖാൻ. അതിൻ്റെ പുറമെ 30 തവണ ഈ 1 മുതൽ 8 വരെയുള്ള ആയത്തുകളും അന്നത്തെ രാത്രി സ്പെഷ്യൽ ചെയ്യണം. അതിൻ്റെയൊക്കെ പുറമെ ശഅബാനിന്റെ 1 മുതൽ തന്നെ 14 വരെയുള്ള രാത്രികളിൽ 1 മുതൽ 8 വരെയുള്ള ഈ ആയത്തുകൾ 15 തവണവും വീതവും ഒരാൾ പാരായണം ചെയ്ത് അതിൻ്റെ ശേഷം അള്ളാഹിനോട് എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ട് ദുആ ചെയ്താലും അതൊക്കെ ഉത്തരം കിട്ടുമെന്ന് ഉറപ്പാണ് എന്ന് ചില ഹോജാക്കന്മാരൊക്കെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു വലിയൊരാളുടെ പേരൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം എന്നാ ജീവിച്ച് മരിച്ചുപോയത് അദ്ദേഹം അതും പറയുന്നുണ്ട്. ഹിജറ 1335 അയാൾ മരിച്ചു പോയിട്ടുള്ളത് എന്ന്. ഇപ്പൊ ഹിജറ 1440. ഇപ്പൊ ഒരു 100-105 കൊല്ലായിട്ട് പറഞ്ഞ ഒരാളുടെ അഭിപ്രായമാണ് ഇപ്പോൾ ഇസ്ലാമിലെ രേഖ. എന്താ രേഖ? 1 മുതൽ 8 വരെ ഈ പറയുന്ന രൂപത്തിലൊക്കെ പ്രവർത്തിച്ചാൽ അതിന് വലിയ പുണ്യമുണ്ട്, വലിയ മഹത്വമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വാട്സപ്പ് മെസ്സേജ്. പ്രിയ സഹോദരങ്ങളെ, നാം മനസ്സിലാക്കുക, അബദ്ധമാണ് ആ മുസ്ലിയാർ പ്രചരിപ്പിക്കുന്നത്. ഇസ്ലാമിൽ ഒരു കാര്യം പുണ്യകർമ്മമാകണമെങ്കിൽ അതിന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരണം. അള്ളാഹുവിൻ്റെ വഹയി കിട്ടുന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച് തരാത്ത ഒരു പ്രത്യേക ദിവസം, ഒരു പ്രത്യേക സമയം, ഒരു പ്രത്യേക എണ്ണം, ഒരു പ്രത്യേക മഹത്വം ഒക്കെ നിശ്ചയിക്കുവാൻ ആർക്കാണ് ഇവിടെ അധികാരമുള്ളത്? അദ്ദേഹം പറഞ്ഞ ആ കാര്യം ഒരു സ്വഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണോ? ഒരിക്കലുമല്ല. പിന്നെന്താ അദ്ദേഹത്തിന് ആകെ തെളിവ് പറയാനുള്ളത്? ഒരാളുടെ നീണ്ട അറബിയിലുള്ള ഒരു പേര് കൊണ്ട് പറഞ്ഞിട്ട് പറയാണ്, ഈ വലിയ ഹോജ, ഈ വലിയ പണ്ഡിതൻ, അദ്ദേഹം 100 കൊല്ലം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഒപ്പം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ്. ഇത് ഇസ്ലാമിൽ തെളിവാകുമോ? ഇവിടെ മുസ്ലിമീങ്ങൾ 100 കൊല്ലോ 200 കൊല്ലം അല്ലല്ലോ ജീവിക്കാൻ തുടങ്ങിയിട്ട്. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ നമ്മുടെ മാതൃക. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പരിചയമുണ്ടോ ശഅബാനിന്റെ 1-ാമത്തെ രാത്രി മുതൽ 15 രാത്രി വരെ ഇങ്ങനെ ചെയ്യണമെന്ന്? ഇല്ല. അതുകൊണ്ട് തനിച്ച അനാചാരമാണിത്. ഇത് പറയാൻ ആർക്കാണ് അധികാരം? എന്തൊക്കെ ഇവിടെ സംഭവിക്കുകയാണ്? ദിവസങ്ങൾക്ക് പ്രാധാന്യം നിശ്ചയിക്കുന്നു. എന്താ പ്രാധാന്യം നിശ്ചയിച്ചത്? ശഅബാൻ 1 മുതൽ 15 വരെയുള്ള രാത്രി 1. ഇനി സമയം നിശ്ചയിക്കുന്നു. ഇശാഇന്റെ ശേഷം 2. മൂന്നാമത്തതോ ചൊല്ലേണ്ട സൂറത്തിന്റെ ആയത്ത് നമ്പറുകൾ നിശ്ചയിക്കുന്നു. സൂറത്തു ദുഖാൻ 1 മുതൽ 8 വരെയുള്ള ആയത്തുകൾ, അത് ചൊല്ലേണ്ട നമ്പർ നിശ്ചയിക്കുന്നു. 15 തവണ വീതം ആദ്യത്തെ 14 രാത്രികളിൽ, 15-ാം രാത്രി 30 തവണയും. ഇനി അതൊക്കെ ചൊല്ലിയാലുള്ള മഹത്വം പറയുന്നു. ഇതൊക്കെ ചൊല്ലിക്കഴിഞ്ഞിട്ട് ദുആ ചെയ്താൽ എന്ത് ഉദ്ദേശവും നിറവേറും, ഒരു സംശയവുമില്ല എന്ന് പറയുന്നു. 5 കാര്യങ്ങൾ ഇങ്ങനെ പ്രത്യേകമായി നിശ്ചയിക്കുവാൻ ഇത് പ്രചരിപ്പിക്കുന്ന ഈ മുസ്ലിയാർക്ക് ആരാണ് അനുവാദം കൊടുത്തത്? അല്ലെങ്കിൽ അദ്ദേഹം ഏത് കിതാബിൽ നിന്നാണോ ഇത് ഉദ്ധരിച്ചത്? അദ്ദേഹത്തോട് ചോദിക്കാൻ നമുക്ക് നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ട് ആ കിതാബ് തെളിവായി കൊണ്ടുവന്ന മുസ്ലിയാരോടെ നമുക്ക് ചോദിക്കാൻ നിവൃത്തിയുള്ളൂ. നിങ്ങൾക്കിത് പറയാൻ എന്ത് ന്യായമുണ്ട്? ഇസ്ലാമിൽ ഇതാണോ പ്രമാണം? ഇസ്ലാമിൽ ഇതാണോ തെളിവായി ഉദ്ധരിക്കേണ്ടത്? അതുകൊണ്ട് ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കുക, ഇത്തരത്തിലുള്ള കുറേ ദുരാചാരങ്ങൾ നല്ലതല്ലേ, ദിക്റല്ലേ എന്നൊക്കെ പറഞ്ഞു, ഖുർആനോദല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമൂഹത്തിലേക്ക് പലരും കൊണ്ടുവരുന്നുണ്ട്. സൂക്ഷിക്കണം, അത് ഇസ്ലാമുമായിട്ട് അതിന് ബന്ധമില്ല എന്നുകൂടി ഈ അവസരത്തിൽ സാന്ദർഭികമായി ഞാൻ എൻ്റെ ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുകയാണ്. തീർന്നില്ല. ഇനി സഹോദരന്മാരെ, ഇതിപ്പോൾ തുടക്കം മുതൽക്കേ ചെയ്യാനുള്ളതായിട്ട് പറയാം. ഇനി പറയുന്നത് എന്താ? ശഅബാനിന്റെ പ്രത്യേകത. ശഅബാനിന്റെ 15-ാം രാത്രി, ആ ശഅബാൻ 15-ന്റെ രാവ് നമ്മുടെയൊക്കെ നാടുകളിൽ ബറാത്ത് രാവ് എന്നറിയപ്പെടും. ബറാത്ത് രാവ്. ഇങ്ങനെ ബറാത്ത് രാവ് എന്ന് പറയുന്നൊരു പ്രത്യേകമായ ആ രാത്രിയും ആ രാത്രിക്കുള്ള ധാരാളം പോരിശയും അന്ന് ചെയ്യേണ്ടുന്ന കർമ്മങ്ങളും അടക്കം, അന്ന് ചൊല്ലേണ്ടുന്ന ദിക്റുകളടക്കം,
അന്ന് ഉണ്ടാക്കേണ്ടുന്ന പലഹാരങ്ങളടക്കം അങ്ങനെ പല കാര്യങ്ങളായിക്കൊണ്ട് ബറാത്ത് രാവ് എന്ന പേരിൽ പ്രത്യേകമായ ചടങ്ങുകളായി, ആചാരങ്ങളായി, ആരാധനകളായി, അനുഷ്ഠാനങ്ങളായി, നോമ്പുകളായി, നിസ്കാരങ്ങളായി, ദിക്റുകളായി ഒക്കെ ഈ സമൂഹത്തിൽ പലരും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? സഹോദരങ്ങളെ, പലപ്പോഴും പറയും ഇവർക്ക് എല്ലാത്തിനും ഇവര് എതിരാ. എന്താ ഇപ്പോൾ ഒരു 1 മുതൽ 15 വരെ ഉണ്ട്. സൂറത്തു ദുഹാനിന്ന് ഒരു 8 ആയത്തോ 15, 30 ഒക്കെ ചൊല്ലി ആകാശം ഇടിഞ്ഞു വീഴുമോ? പുണ്യകർമ്മല്ലേ, നല്ലതല്ലേ? ഒരു ഹർഫിന് 10 പുണ്യല്ലേ എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കുക. നിങ്ങൾ മനസ്സിലാക്കുക സുഹൃത്തുക്കളെ, ഇസ്ലാമിൽ സൂറത്തു ദുഹാന് മോശമായതുകൊണ്ടല്ല, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് മോശമായിട്ടുമല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയിച്ചു തന്നിട്ടില്ലാത്ത പ്രത്യേക ദിവസത്തിലും സമയത്തിലും പ്രത്യേക എണ്ണവും വണ്ണവും പ്രാധാന്യവും പ്രതിഫലവും നിശ്ചയിച്ചുകൊണ്ട് ഒരു കാര്യം കൊണ്ടുവരുവാൻ ലോകത്ത് ഒരാൾക്കും അധികാരമില്ല. അത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് മാത്രമേ അധികാരമുള്ളൂ. കാരണം എന്താ? ആ റസൂലിന് മാത്രമാണ് അള്ളാഹുവിങ്കൽ നിന്ന് വഹി ലഭിച്ചു കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിൻ്റെ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അല്ലാതെ ഖുർആനോദന തെറ്റായിട്ടൊന്നുമല്ല, ഖുർആനോദന തെറ്റായിട്ടല്ല, അല്ലെങ്കിൽ നല്ല ദിക്റിന് തെറ്റുണ്ടായിട്ടല്ല. അങ്ങനെ ഒരു കാര്യം നമ്മൾക്ക് നമ്മുടെ വകയായിട്ട് നിശ്ചയിക്കാൻ പാടില്ല. അപ്പം അത് സാധാരണ ചിലപ്പോൾ ആൾക്കാർ ചോദിക്കും, എന്താ അതിലൊക്കെ ഉള്ളത്? അങ്ങനെയാണ് ചെയ്താൽ ഇപ്പം എന്താ? ഖുർആനല്ലേ. സുഹൃത്തുക്കളെ, റുകൂഅ് ചെയ്യുമ്പോൾ സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് തുടങ്ങിയ തസ്ബീഹുകളുടെ ദിക്റുകളല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരാൾ പറയാണ് ഞാൻ റുകൂഅ് ചെയ്യുമ്പോൾ ഫാത്തിഹ ഒന്നും കൂടി അന്നാണ് ഓതുകയാണ്. ഒരാൾ ഫാത്തിഹ ഓതിയാലോ റുകൂഇലും സുജൂദിലും? തെറ്റാണത്, ശിക്ഷയാണ് അവന് കിട്ടുക. ഇവിടെ എന്താ പ്രശ്നം? ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞതാ. ഇവിടെ എന്താ വിഷയം? ഇയാൾ എന്തുകൊണ്ട് തെറ്റുകാരനായി? സൂറത്തുൽ ഫാത്തിഹ തെറ്റായിട്ടാണോ? സൂറത്തുൽ ഫാത്തിഹ ഓതിയ പ്രതിഫലമില്ലാഞ്ഞിട്ടാണോ? അതൊക്കെ ശരിയാണ്, പക്ഷെ അയാൾ അസ്ഥാനത്ത് ചെയ്തു. അത് ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ട സ്ഥാനത്തല്ലാത്ത സ്ഥാനത്ത് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്ഥാനത്തും അതുപോലെ തന്നെ അവിടുന്ന് പഠിപ്പിച്ച രൂപത്തിലുമല്ല അദ്ദേഹം നിർവഹിച്ചത്. ഇതെല്ലായിടത്തേക്കും ബാധകമാണ് ഈ നിയമം. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം.